ഹലോ, നമ്മളിന്ന് പുതിയ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പേര് ഓപ്ഷൻസ് കോൺട്രാക്റ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിലും അതിനും ഡിഗ്രിക്കൊക്കെ നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഹൂസ് പേ ഓഫ് സ്ട്രക്ചർ ഈസ് ഡിറൈവ്ഡ് ബൈ ദ വാല്യൂ ഓഫ് ആൻ അണ്ടർലൈങ് അസറ്റ്. ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടാവും, അതിൻ്റെ പേ ഓഫ് വാല്യൂവിനനുസരിച്ചാണ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് തന്നെ 3 ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻസ്, അങ്ങനെ 3 തരമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓപ്ഷൻസ് കോൺട്രാക്റ്റാണ്. എന്താണ് ഓപ്ഷൻസ് കോൺട്രാക്റ്റ്? അപ്പോൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്ലാസിഫിക്കേഷനാണ് ഓപ്ഷൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 parties അണ്ടർ വിച്ച് ദ ബയർ ഓഫ് ദ ഓപ്ഷൻ ബൈസ് ദ റൈറ്റ് ആൻഡ് നോട്ട് ദ ഒബ്ലിഗേഷൻ. അതായത് ഒരു കോൺട്രാക്റ്റാണ്, ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. 2 പാർട്ടീസ് ഉണ്ടാവും ഇതിൽ, ഒരു ബയർ ഒരു സെല്ലർ ഉണ്ടാവും. ഇതിൽ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾ എന്താ ബൈ ചെയ്യുന്നത്? റൈറ്റാണ് ബൈ ചെയ്യുന്നത് ആൻഡ് നോട്ട് ഒബ്ലിഗേഷൻ. അപ്പോൾ എന്തിൻ്റെ റൈറ്റാണ് ബൈ ചെയ്യുന്നത്? റൈറ്റ് ടു ബൈ ഓർ സെൽ എ സ്റ്റാൻഡേർഡൈസ്ഡ് ക്വാണ്ടിറ്റി ഓഫ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് അറ്റ് ഓർ ബിഫോർ എ പ്രീഡിറ്റർമിൻ ഡേറ്റ് അറ്റ് എ പ്രൈസ് ഡിസൈഡഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന ആൾ ഒരു റൈറ്റാണ് ബൈ ചെയ്യുന്നത്. അപ്പോൾ എന്തിനുള്ള റൈറ്റാണെന്നാണ് പറഞ്ഞത്? ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ക്വാണ്ടിറ്റി ഓഫ് അണ്ടർലൈങ് അസറ്റ് വിൽക്കാനോ വാങ്ങാനോ ഉള്ള ഒരു റൈറ്റ്. വിൽക്കുന്നതിനുള്ള റൈറ്റ് ആവാം, വാങ്ങുന്നതിനുള്ള റൈറ്റ് ആവാം. അപ്പോൾ ഒരു റൈറ്റാണ് വാങ്ങുന്നത്, അല്ലാതെ ഒരു അണ്ടർലൈങ് അസറ്റല്ല വാങ്ങുന്നത്. അത് ഒരു അണ്ടർലൈങ് അസറ്റ് വിൽക്കാനോ വാങ്ങാനോ ഉള്ള റൈറ്റ് വാങ്ങുന്നതിനെയാണ് നമ്മൾ ഓപ്ഷൻസ് കോൺട്രാക്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു അണ്ടർലൈങ് അസറ്റിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടാവും, ഇത്ര ഒരു സ്പെസിഫിക് ക്വാണ്ടിറ്റി. അതിനെ പറയുന്ന പേരാണ് കോൺട്രാക്ട് സൈസ്. അപ്പോൾ സ്റ്റാൻഡേർഡൈസ് ക്വാണ്ടിറ്റിക്ക് പറയുന്ന ടെക്നിക്കൽ ടേമാണ് കോൺട്രാക്ട് സൈസ് എന്ന് പറയുന്നത്. ഇനി ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങാനും വിൽക്കാനും ഉള്ള റൈറ്റാണ് വാങ്ങുന്നത്. ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റിന് പറയുന്ന ടെക്നിക്കൽ നെയിമാണ് അണ്ടർലൈങ് അസറ്റ്. ഈ അണ്ടർലൈങ് അസറ്റാണ് ഓപ്ഷൻ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡേറ്റിലോ അതിന് മുന്നെയോ എന്ത് ചെയ്യാം, ഇതൊരു പ്രീഡിറ്റർമിൻ മുൻകൂട്ടി തീരുമാനിച്ച എമൗണ്ടിന് ഈ ഒരു റൈറ്റ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാം. അപ്പോൾ അണ്ടർലൈങ് അസറ്റ്, പിന്നെ പ്രീഡിറ്റർമിൻ ഡേറ്റ്, അതായത് ഒരു പ്രീഡിറ്റർമിൻ ഡേറ്റ് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചൊരു ഡേറ്റിലാണ് ഈ അണ്ടർലൈങ് അസറ്റ് വിൽക്കാനും വാങ്ങാനുള്ള റൈറ്റ് വാങ്ങുന്നത്. അപ്പോൾ ഈ പ്രീഡിറ്റർമിൻ ഡേറ്റ് എന്ന് പറയുന്ന ടെക്നിക്കൽ നെയിമാണ് എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റ്. നിങ്ങൾ കൂട്ടിക്കോ, എക്സ്പയറി ഡേറ്റ് എന്നാണ് അതിൻ്റെ ടെക്നിക്കൽ ടൈം. പക്ഷേ ഈ ഒരു റൈറ്റ് എക്സസൈസ് ചെയ്യാനുള്ള സ്പെസിഫിക് ഡേറ്റിനെയാണ് നമ്മൾ എക്സ്പയറി ഡേറ്റ് എന്ന് പറയാം. മുൻകൂട്ടി തീരുമാനിച്ചൊരു പ്രൈസും ഉണ്ട് അല്ലേ, അതിന് പറയുന്ന പേരാണ് എക്സസൈസ് പ്രൈസ് അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രൈസ്. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ 2 parties ടു ബൈ ദ റൈറ്റ് ആൻഡ് നോട്ട് ഒബ്ലിഗേഷൻ. ഒബ്ലിഗേഷൻ ഇല്ല, ഒരു ഒബ്ലിഗേഷനും ഇല്ല ബയർക്ക്. ഇത് റൈറ്റ് മാത്രമാണ് വാങ്ങിക്കുന്നത്. എന്തിനുള്ള റൈറ്റാണ്? ഒരു അണ്ടർലൈങ് അസറ്റ് വാങ്ങാനോ വിൽക്കാനോ ഉള്ള റൈറ്റാണ് വാങ്ങിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ഡെഫിനേഷനിൽ പറഞ്ഞു റൈറ്റ് ടു ബൈ ഓർ റൈറ്റ് ടു സെല്ലാണ്. ഇനി ബയർ ഓഫ് ദി ഓപ്ഷൻ റൈറ്റ് ടു ബൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് വാങ്ങിക്കുന്നതെങ്കിൽ, വെൻ ദ ഓപ്ഷൻ ഗിവ്സ് ദ ബയർ ഓഫ് ദ ഓപ്ഷൻ ദ റൈറ്റ് ടു ബൈ, വാങ്ങാനുള്ള റൈറ്റാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിനെ കോൾ ഓപ്ഷൻ എന്ന് പറയും. അണ്ടർലൈങ് അസറ്റിനെ വാങ്ങാനുള്ള റൈറ്റാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിനെ കോൾ ഓപ്ഷൻ എന്ന് പറയും. ഇനി അണ്ടർലൈങ് അസറ്റിനെ വിൽക്കാനുള്ള ഓപ്ഷനാണ് ബയർ ഓഫ് ദി ഓപ്ഷൻ വാങ്ങിക്കുന്നതെങ്കിൽ അതിനെ പുട്ട് ഓപ്ഷൻ എന്ന് പറയും. അപ്പോൾ വാങ്ങാനുള്ള റൈറ്റാണ്, റൈറ്റ് ടു ബൈ ആണെങ്കിൽ അതിനെ കോൾ ഓപ്ഷൻ എന്നും, വിൽക്കാനുള്ള റൈറ്റ് അതായത് റൈറ്റ് ടു സെല്ലാണെങ്കിൽ അതിനെ പുട്ട് ഓപ്ഷൻ എന്നും പറയും. ഇനി വാങ്ങുന്ന ആളെ ബയർ എന്ന് പറഞ്ഞു, ഇനി വിൽക്കുന്ന ആൾ അല്ലേ, ഒരാൾ റൈറ്റ് ടു ബൈ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വേറൊരാൾ അത് വിൽക്കാൻ തയ്യാറായിരിക്കണം. അയാളെ പറയുന്ന പേരാണ് റൈറ്റർ. അപ്പോൾ റൈറ്റർക്ക് ഒരു പ്രീമിയം കൊടുക്കണം, അതിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ പ്രീമിയം എന്ന്. ഓക്കെ, അപ്പോൾ റൈറ്റർ ചാർജ് ചെയ്യുന്ന പ്രൈസിനെ പറയുന്നതാണ് പ്രീമിയം അല്ലെങ്കിൽ ഓപ്ഷൻ പ്രീമിയം അല്ലെങ്കിൽ ഓപ്ഷൻ പ്രൈസ് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ടേംസ്, ഓപ്ഷനെ സംബന്ധിച്ചുള്ള കുറച്ച് ടെക്നിക്കൽ ടേംസ് നോക്കാം. റൈറ്റ് ഡെഫിനിഷനിൽ പറഞ്ഞു ഒരു റൈറ്റാണ് വാങ്ങിക്കുന്നത്, നോട്ട് ഒബ്ലിഗേഷൻ അല്ലേ. അപ്പോൾ ഓപ്ഷൻ എപ്പോഴും ഇൻവോൾവ് ചെയ്യുന്ന ഒരു റൈറ്റാണ്, റൈറ്റ് ടു ബൈ ഓർ റൈറ്റ് ടു സെൽ. ഒരു പാർട്ടി റൈറ്റ് വാങ്ങാനുള്ള ബൈസ് ദ റൈറ്റ് ആൻഡ് അതർ പാർട്ടി സെൽസ് ദ റൈറ്റ്. അതായത് ഒരു പാർട്ടി ഇപ്പോൾ ഹോൾഡർ അല്ലെങ്കിൽ പർച്ചേസർ ഒരു അണ്ടർലൈങ് അസറ്റ് വാങ്ങാനുള്ള റൈറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു പാർട്ടി അത് വിൽക്കാനുള്ള റൈറ്റ് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് റൈറ്റർ നമ്മൾ നേരെ പറഞ്ഞു. അപ്പോൾ ഒരാൾ ഒരു റൈറ്റ് വാങ്ങാനുണ്ടെങ്കിൽ വേറൊരാൾ ആ റൈറ്റ് കൊടുക്കാനുണ്ടാവണം അല്ലേ.
അപ്പോൾ ഒരു റൈറ്റ് ഇൻവോൾവ് ആണ് അതിലൊരു പാർട്ടി ആ റൈറ്റ് വാങ്ങിക്കും, ഒരു പാർട്ടി ആ റൈറ്റ് വിൽക്കും. ഓക്കെ. ഹോൾഡർ, ആരാണോ റൈറ്റ് വാങ്ങുന്ന അയാളെ ബയർ അല്ലെങ്കിൽ ഹോൾഡർ എന്ന് പറയും. അപ്പോൾ ഹി ഹു ബൈസ് ദ റൈറ്റ് ഈസ് കോൾഡ് ബയർ ഓർ ഹോൾഡർ. ഇനി റൈറ്റർ, ആരാണോ ആ റൈറ്റ് വിൽക്കുന്നത് അയാളെ സെല്ലർ അല്ലെങ്കിൽ റൈറ്റർ എന്ന് പറയും. അപ്പോൾ വാങ്ങുന്ന ആളെ ഹോൾഡർ അല്ലെങ്കിൽ ബയർ എന്ന് പറയും, റൈറ്റ് വിൽക്കുന്ന ആളെ സെല്ലർ അല്ലെങ്കിൽ റൈറ്റർ എന്ന് പറയും. അതായത് ഓപ്ഷനിൽ ഒരു റൈറ്റ് ഇൻവോൾവ് ആണ്, റൈറ്റ് ടു ബൈ ആണ്. അപ്പോൾ റൈറ്റ് ടു ബൈ ഉണ്ടെങ്കിൽ റൈറ്റ് ടു സെല്ലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരാൾ ഒരു റൈറ്റ് വാങ്ങുകയാണെങ്കിൽ വേറൊരാൾ സെല്ല് ചെയ്യാനുണ്ടാവണം. വാങ്ങുന്ന ആളെ ബയർ അല്ലെങ്കിൽ ഹോൾഡർ എന്ന് വിളിക്കും, വിൽക്കുന്ന ആളെ സെല്ലർ അല്ലെങ്കിൽ റൈറ്റർ എന്ന് വിളിക്കും. ഇനി കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ബൈ ആൻ അണ്ടർലൈങ് അസെറ്റ്. ഒരു അണ്ടർലൈങ് അസെറ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വാങ്ങാനുള്ള റൈറ്റിനെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിനെ കോൾ ഓപ്ഷൻ എന്നും, റൈറ്റ് ടു സെല്ലാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിനെ പുട്ട് ഓപ്ഷൻ എന്ന് പറയും. ഒരു അണ്ടർലൈങ് അസെറ്റ് വിൽക്കാനുള്ള റൈറ്റിനെയാണ് മേടിക്കുന്നതെങ്കിൽ അതിനെ പുട്ട് ഓപ്ഷൻ എന്ന് പറയും. ഓക്കെ. ഒബ്ലിഗേഷൻ, ഹോൾഡർ ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ്. ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയർ അല്ലേ. അപ്പോൾ ഹോൾഡർക്ക് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാം. അതായത് സെല്ലറിൻ്റെ അടുത്തോ റൈറ്ററുടെ അടുത്തോ നമ്മൾ ഏർപ്പെട്ട അഗ്രിമെൻറ്റിൽ നിങ്ങൾ പെർഫോം ചെയ്യണം, നിങ്ങളുടെ വാക്ക് പാലിക്കണമെന്ന് ഡിമാൻഡ് ചെയ്യാം. പക്ഷേ ഹോൾഡർ പറഞ്ഞേക്കുന്ന കാര്യം പെർഫോം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടു ബൈ അല്ലേ, അല്ലെങ്കിൽ ഒരു വാങ്ങാനോ വിൽക്കാനോ ഉള്ള റൈറ്റാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കാമെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോൾഡർ വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒബ്ലിഗേഷനൊന്നുമില്ല. ഹോൾഡർക്ക് വേണം. അന്നേരത്തെ ഹോൾഡറുടെ സിറ്റുവേഷൻ അനുസരിച്ച് പുള്ളിക്ക് ഫേവറബിൾ ആണെങ്കിൽ അത് വാങ്ങാം, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ ഒബ്ലിഗേഷൻ ഹോൾഡറിനെ സംബന്ധിച്ചില്ല. പക്ഷേ റൈറ്ററിനെ സംബന്ധിച്ച് ദർ ഇസ് ആൻ ഒബ്ലിഗേഷൻ ടു പെർഫോം. പക്ഷേ റൈറ്റർക്ക് പെർഫോമൻസ് ഹോൾഡറിൽ നിന്ന് ഡിമാൻഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഒബ്ലിഗേഷൻ ആരുടെ ഭാഗത്താണ്? റൈറ്ററുടെ ഭാഗത്താണ് ഒബ്ലിഗേഷൻ. ഹോൾഡർക്ക് യാതൊരുവിധ ഒബ്ലിഗേഷനും ഇല്ല, ഓൺലി റൈറ്റ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഹോൾഡർക്ക് റൈറ്ററുടെ അടുത്ത് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇത്ര രൂപയ്ക്ക് എക്സസൈസ് ചെയ്തോളാം, അല്ലെങ്കിൽ ഇത്ര അണ്ടർലൈങ് അസറ്റ് തരാമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ പാലിച്ചേ പറ്റൂ, നിങ്ങൾ പെർഫോം ചെയ്യണം നിങ്ങളുടെ വാക്ക് എന്ന് പറയാം, ഡിമാൻഡ് ചെയ്യാം. പക്ഷേ റൈറ്റർക്ക് അങ്ങനെ ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. ഹോൾഡർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര രൂപയ്ക്ക് റൈറ്റ് വാങ്ങിച്ചോളാം, പക്ഷേ ആ ഒരു മെച്യൂരിറ്റി ഡേറ്റ് അല്ലെങ്കിൽ എക്സ്പയറി ഡേറ്റ് എത്തുമ്പോൾ ഹോൾഡർക്ക് വേണമെങ്കിൽ പിന്മാറാം, ഞാൻ വാങ്ങിക്കുന്നില്ല, എനിക്ക് ഫേവറബിൾ അല്ല, എനിക്ക് നഷ്ടമാവും എന്ന് പറഞ്ഞ് ഹോൾഡർക്ക് പിന്മാറാം. അപ്പോൾ ഹോൾഡർ ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ് ബട്ട് ഈസ് നോട്ട് ഒബ്ലൈസ് ടു പെർഫോം. പക്ഷേ നേരെ മറിച്ച് റൈറ്റർ ഈസ് ഒബ്ലൈസ് ടു പെർഫോം ആൻഡ് ക്യാൻ നോട്ട് ഡിമാൻഡ് പെർഫോമൻസ്. ഇനി എക്സസൈസ് പ്രൈസ് എന്ന് പറയുന്നത് ദ പ്രൈസ് അറ്റ് വിച്ച് ദ അണ്ടർലൈങ് അസെറ്റ് ക്യാൻ ബി ബോട്ട് ഓർ സോൾഡ് ആസ് ദ കേസ് മേ ബി. അപ്പോൾ കോൾ ഓപ്ഷൻ ആണെങ്കിൽ വാങ്ങിക്കാനും, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ വിൽക്കാനും. അപ്പോൾ ഒരു അണ്ടർലൈങ് അസെറ്റ് വാങ്ങിക്കുന്ന എമൗണ്ട് എക്സ്പയറി ഡേറ്റിൽ എത്ര രൂപ കൊടുത്താണോ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ആ റൈറ്റ് വാങ്ങിക്കുന്നത്, അതിന് പറയുന്ന പേരാണ് എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസിന് വേറൊരു പേരും കൂടി പറയും, സ്ട്രൈക്ക് പ്രൈസ്. ഈ എക്സ്പയറി ഡേറ്റ് എന്നാണോ ആ റൈറ്റ് എക്സസൈസ് ചെയ്യേണ്ടത് ആ ഡേറ്റിന് പറയുന്ന പേരാണ് എക്സ്പയറി ഡേറ്റ്. ഇനി ഓപ്ഷൻ പ്രീമിയം, വെൻ ദ ബയർ ബൈസ് എ റൈറ്റ് എയ്തർ റൈറ്റ് ടു ബൈ ഓർ റൈറ്റ് ടു സെൽ. ഒരു റൈറ്റാണ് ബയർ വാങ്ങിക്കുന്നത് അല്ലേ, അത് വിൽക്കാനുള്ളതാവും വാങ്ങാനുള്ളതാവും. അങ്ങനെ ഒരു റൈറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഹി ഹാസ് ടു പേ ദ റൈറ്റർ എ പ്രൈസ്. ഒരു റൈറ്റർക്ക് ഒരു പ്രൈസ് പേ ചെയ്യേണ്ടി വരും. ആ പ്രൈസിനെയാണ് ഓപ്ഷൻ പ്രീമിയം അല്ലെങ്കിൽ ഓപ്ഷൻ പ്രൈസ് എന്ന് പറയുക. എന്തിനാണ് ഈ ബയർ റൈറ്റർക്ക് ഒരു പ്രൈസ് കൊടുക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ, രണ്ടാമത് റൈറ്റർക്ക് ഒബ്ലിഗേഷൻ മാത്രമേ ഉള്ളൂ, റൈറ്റർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല പെർഫോമൻസ് അല്ലേ. അപ്പോൾ റൈറ്റർ ഒരു ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പിൽ പെടുന്ന ആളാണ് അല്ലേ, എന്തായാലും പെർഫോം ചെയ്തേ മതിയാവും. പക്ഷേ ഹോൾഡറിൽ നിന്ന് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാനും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ റൈറ്റർക്ക്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയാണ് ഒരു പ്രൈസ് കൊടുക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് ഓപ്ഷൻ പ്രീമിയം അല്ലെങ്കിൽ ഓപ്ഷൻ പ്രൈസ്. ഇനി ഓപ്ഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട് ഫ്യൂച്ചേഴ്സിൻ്റെ സെയിം ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഓപ്ഷനുള്ള, എക്സെപ്റ്റ് ഇതിലൊരു പാർട്ടിക്ക് മാത്രമേ ഒബ്ലിഗേഷനുള്ളൂ പെർഫോം ചെയ്യാൻ. പക്ഷേ ഫ്യൂച്ചറിൽ രണ്ട് പാർട്ടിക്കും ഒബ്ലിഗേഷൻ ഉണ്ട്. ഇവിടെ ഒരു പാർട്ടി മാത്രമേ ഒബ്ലൈസ് ടു പെർഫോം ഉള്ളൂ, അതായത് ഒബ്ലിഗേഷൻ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, മറ്റയാൾക്ക് ഡിമാൻഡ് ചെയ്യാം. ഇനി ഫീച്ചേഴ്സ്, സ്റ്റാൻഡേർഡൈസേഷൻ അല്ലേ. സ്റ്റാൻഡേർഡ് നമ്മൾ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞു, ഒരു സ്റ്റാൻഡേർഡൈസ് ക്വാണ്ടിറ്റി, ഒരു പ്രീഡിറ്റർമിൻഡ് പ്രൈസ്, ഒരു പ്രീഡിറ്റർമിൻഡ് ഡേറ്റ്, എല്ലാം സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട്, ഇത്ര ക്വാണ്ടിറ്റി സ്പെസിഫൈ ചെയ്യണം, ഇത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാം, അത് വാങ്ങാനുള്ള റൈറ്റ് ഞാൻ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ റൈറ്റ് ഞാൻ സെല് ചെയ്യാമെന്ന് കൃത്യമായിട്ട് പറയണം. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട്, ഒരു ഡേറ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, ഒരു ഡെലിവറി പ്രൈസ് സ്റ്റാൻഡേർഡാണ്, എല്ലാം സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. അപ്പോൾ ഓപ്ഷൻസ് കോൺട്രാക്റ്റിൽ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ട്. ഇനി ഡീൽസ് വിത്ത് ക്ലിയറിംഗ് ഹൗസ്. ഇനി ഒരാൾ പെർഫോമൻസ്
അതായത് നമ്മുടെ റൈറ്റർ പെർഫോമൻസ് എക്സസൈസ് ചെയ്യാൻ ഒബ്ലൈസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആരാണ് ഈ റൈറ്റർ പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്? അതിനൊരു ക്ലിയറിംഗ് ഹൗസ് ഉണ്ടാവും. അപ്പോൾ ഡീലിങ്സ് വിത്ത് ക്ലിയറിംഗ് ഹൗസ്, അപ്പോൾ ഒരു ബയർ അല്ലെങ്കിൽ ഹോൾഡർ കൂടാതെ റൈറ്ററും ഒരു ക്ലിയറിംഗ് ഹൗസും ഉണ്ട്. അപ്പോൾ ഈ ക്ലിയറിംഗ് ഹൗസാണ് റൈറ്റർ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഗ്യാരണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് ബയറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹോൾഡറിനെ സംബന്ധിച്ച് റിസ്ക് ഇല്ല. മാർക്കറ്റ് ടു മാർക്കറ്റ് മാർജിൻ, ക്ലിയറിംഗ് ഹൗസ് ഒരു ഗ്യാരണ്ടറിൻ്റെ പോലെ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു എന്താ പറയുക, ക്ലിയറിംഗ് ഹൗസിന് ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു സർവീസ് ചാർജ് പോലെ കൊടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ രണ്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ ബയർ ഓർ ഹോൾഡർ അല്ലെങ്കിൽ റൈറ്റർ ഓർ സെല്ലർ ഒരു ഡെപ്പോസിറ്റ് മാർജിൻ ആരുടെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം? ക്ലിയറിംഗ് ഹൗസിൻ്റെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ ആവാം, പുട്ട് ഓപ്ഷൻ ആവാം. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ, പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സെൽ. അതായത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു റൈറ്റ് വാങ്ങിക്കുകയാണ് അല്ലേ. ഹോൾഡർ ഓഫ് ദ ഓപ്ഷൻ അല്ലെങ്കിൽ ബയർ ഓഫ് ദ ഓപ്ഷൻ ബൈസ് ദ റൈറ്റ് ടു സെൽ ഓർ റൈറ്റ് ടു ബൈ. അപ്പോൾ ബൈ ചെയ്യാനുള്ള റൈറ്റാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിന് കോൾ ഓപ്ഷൻ എന്ന് പറയും. സെല് ചെയ്യാനുള്ള റൈറ്റിനാണെങ്കിൽ പുട്ട് ഓപ്ഷൻ എന്ന് പറയും. അപ്പോൾ കോൾ ഓപ്ഷൻ ആണെങ്കിൽ ഹോൾഡറും ബയറും എന്താ വാങ്ങിക്കുന്നത്? റൈറ്റ് ടു ബൈ എന്ന് പറയുന്ന ഒരു റൈറ്റാണ് വാങ്ങിക്കുന്നത് അല്ലേ. റൈറ്റ് ടു ബൈ, വാങ്ങിക്കാനുള്ളൊരു റൈറ്റാണ് ഹോൾഡർ അല്ലെങ്കിൽ ബയർ വാങ്ങിക്കുന്നത്. പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ഹോൾഡർ അല്ലെങ്കിൽ ബയർ വിൽക്കാനുള്ള റൈറ്റിനാണ് വാങ്ങിക്കുന്നത്, റൈറ്റ് ടു സെൽ. അപ്പോൾ റൈറ്ററിനെ സംബന്ധിച്ച് നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. ഇവിടെ ഹോൾഡർ റൈറ്റ് ടു ബൈ ആണെങ്കിൽ റൈറ്റർ എന്തായിരിക്കും? ഒബ്ലിഗേഷൻ ടു സെൽ. ഒബ്ലിഗേഷനാണ്, റൈറ്റ് അല്ല. എന്തായാലും പെർഫോം ചെയ്തേ മതിയാവൂ, ഒബ്ലൈസ് ടു പെർഫോം. അതുകൊണ്ട് ഹോൾഡർക്ക് റൈറ്റ് ടു ബൈ ആണെങ്കിൽ റൈറ്റർക്ക് അത് ഒബ്ലിഗേഷൻ ടു സെല്ലാണ്. ഇനി ഹോൾഡർക്ക് റൈറ്റ് ടു സെല്ലാണെങ്കിൽ റൈറ്ററിനെ സംബന്ധിച്ചത് ഒബ്ലൈസ് ടു പെർഫോം, ഒബ്ലൈസ് ടു ബൈ ആണ്. ഓക്കെ, അപ്പോൾ ഹോൾഡറിൻ്റെയും ബയറിൻ്റെയും എക്സാക്റ്റ് ഓപ്പോസിറ്റ് പൊസിഷൻ ആയിരിക്കും ആർക്ക്? റൈറ്റർക്കും സെല്ലർക്കും. അപ്പോൾ കോൾ ആണെങ്കിൽ റൈറ്റ് ടു ബൈ, അപ്പോൾ റൈറ്ററിനെ സംബന്ധിച്ച് ഒബ്ലൈസ് ടു സെൽ. ഇനി പുട്ടാണെങ്കിൽ, പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ഹോൾഡർ അല്ലെങ്കിൽ ബയറിനെ സംബന്ധിച്ച് റൈറ്റ് ടു സെൽ, അപ്പോൾ റൈറ്റർ അല്ലെങ്കിൽ സെല്ലറിനെ സംബന്ധിച്ച് ഒബ്ലൈസ് ടു ബൈ. ഓക്കെ, ഇനി യൂറോപ്യൻ ഓപ്ഷൻ ആൻഡ് അമേരിക്കൻ ഓപ്ഷൻ. എന്താണ് യൂറോപ്യൻ ഓപ്ഷൻ, അമേരിക്കൻ ഓപ്ഷൻ? ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ബൈ ഓർ സെൽ. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നത് ഒരു എക്സ്പയറി ഡേറ്റിൻ്റെ അന്നാന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്പയറി ഡേറ്റിൻ്റെ അന്നോ അതിന് മുന്നെയോ, സപ്പോസ് മെയ് 31 ആണ് എക്സ്പയറി ഡേറ്റ് എങ്കിൽ മെയ് 31 അതിന് മുന്നെയോ ഒരു ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ പെർഫോമൻസ് എക്സസൈസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിന് അമേരിക്കൻ ഓപ്ഷൻ എന്ന് പറയും. അതായത് ഒരു എക്സ്പയറി ഡേറ്റിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിന് മുന്നെയോ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഓപ്ഷൻസിനെ അമേരിക്കൻ ഓപ്ഷൻ എന്ന് പറയും. ഇനി എക്സ്പയറി ഡേറ്റിൻ്റെ അന്ന് മാത്രമേ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറയും. അപ്പോൾ യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്നാണോ എക്സ്പയറി ഡേറ്റ് അന്ന് മാത്രമേ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ മെയ് 31 ആണ് എക്സ്പയറി ഡേറ്റ് എങ്കിൽ അന്ന് മാത്രമേ ഓപ്ഷൻ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് യൂറോപ്യൻ ഓപ്ഷനാണ്. അന്നോ അതിന് മുന്നേ ഉള്ള ഏതെങ്കിലും ഡേറ്റിൽ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അമേരിക്കൻ ഓപ്ഷനാണ്. താഴെ ഒരു ഇല്ലസ്ട്രേഷൻ തന്നിട്ടുണ്ട്, അത് നോക്കി ഇത്രയും കൂടി ക്ലിയർ ആവും. എ കോൾ ഓൺ റിലയൻസ് സ്റ്റോക്ക് ക്യാൻ ബി എക്സസൈസ്ഡ് എനി ടൈം ബിഫോർ 30th June. 30th June മുന്നേ ഏത് ദിവസം ഏത് ടൈമിലും ആണെങ്കിലും റിലയൻസ് സ്റ്റോക്കിന് കോൾ ഓൺ റിലയൻസ് സ്റ്റോക്ക് എക്സസൈസ് ചെയ്യാം. അപ്പോൾ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിലയൻസ് ഷെയർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ കോളാണ്, അതായത് കോൾ എന്ന് പറയുന്നത് റൈറ്റ് ടു ബൈ, അപ്പോൾ കോൾ ഓപ്ഷനാണ്. എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് 30th June ആണ്. എനി ടൈം ബിഫോർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 30th June ആവാം അല്ലെങ്കിൽ അതിന് മുന്നുള്ള ഡേറ്റ് ആവാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഓൺ ഓർ ബിഫോർ എക്സ്പയറി ഡേറ്റ് ആണെങ്കിൽ അത് അമേരിക്കൻ ഓപ്ഷനാണ്. അപ്പം 30th June ഓർ ബിഫോർ, എനി ടൈം ബിഫോർ 30th June അങ്ങനെയാണെങ്കിൽ ഇത് എന്താ? അമേരിക്കൻ ഓപ്ഷനാണ്. അടുത്ത് എ പുട്ട് ഓൺ ഹിന്ദുസ്ഥാൻ ലിവർ സ്റ്റോക്ക് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി ഓൺ 25th July. ഓൺലി ഓൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. 25th July മാത്രമേ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്താ? പുട്ട് ഓപ്ഷനാണ് ഇവിടെ ഹിന്ദുസ്ഥാൻ ലിവർ സ്റ്റോക്കിന് വേണ്ടി. അപ്പോൾ പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു സെൽ. അപ്പോൾ എക്സ്പയറി ഡേറ്റ് 25th July ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി ഓൺ ദാറ്റ് ഡേറ്റ്. അതുകൊണ്ട് അതിനെ യൂറോപ്യൻ ഓപ്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി എ കോൾ ഓൺ ടാറ്റ മോട്ടോഴ്സ് സ്റ്റോക്ക് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺലി ഓൺ 30th May. അപ്പോൾ 30th May മാത്രമേ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കോൾ ഓപ്ഷനാണ്, അതായത് റൈറ്റ് ടു ബൈ. ടാറ്റ മോട്ടോർ ഷെയർസ് ആണ് അണ്ടർലൈങ് അസറ്റ്, ടൈപ്പ് ഓഫ് ഓപ്ഷൻ കോളാണ്. എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് 30th May ആണ്. അപ്പോൾ 30th Mayക്ക് മാത്രമേ പറ്റുള്ളൂ, ഓൺലി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് യൂറോപ്യൻ ഓപ്ഷനാണ്. ഇനി എ പുട്ട് ഓൺ ടിസ്കോ സ്റ്റോക്ക് ക്യാൻ ബി എക്സസൈസ്ഡ് ഓൺ ഓർ ബിഫോർ 30th August.
30th ഓഗസ്റ്റിനോ അല്ലെങ്കിൽ അതിന് മുന്നോ എക്സസൈസ് ചെയ്യാം. അതായത് എക്സ്പയറി ഡേറ്റിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിന് മുന്നേ അത് എക്സസൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പുട്ട് ഓപ്ഷനാണ്, റൈറ്റ് ടു സെല്ലാണ്. ഐഡൻറ്റിഫൈ ദ നേച്ചർ ഓഫ് ഓപ്ഷൻ. അപ്പോൾ ടിസ്കോ ഷെയർസ് ആണ് അണ്ടർലൈയിങ് അസറ്റ്, ഓപ്ഷൻ ഇവിടെ പുട്ടാണ്, എക്സ്പയറി ഡേറ്റ് ഇസ് 30th ഓഗസ്റ്റ്. അപ്പോൾ എന്ന് വേണമെങ്കിൽ എക്സസൈസ് ചെയ്യാം, അതായത് അത് അമേരിക്കൻ ഓപ്ഷനാണ്. അപ്പോൾ ഇതാണ് ഓപ്ഷൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ. നിങ്ങളിത് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നാളെ നമുക്ക് അടുത്ത ഇത് കവർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.